നെക്സ്റ്റ് വൺ ഈസ് പ്ലാനിങ് ദ സർവേ. അതിന്റെ സ്റ്റേജ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിനെന്ത് ചെയ്യണം? അവരിൽ നിന്ന് സർവേ നടത്തണം. അത് സെൻസസ് ആണെങ്കിലും സാമ്പിൾ ആണെങ്കിലും സർവേ നമ്മൾ നടത്തും. അത് വ്യത്യസ്ത രീതിയിലായിരിക്കും എന്നുള്ളതുള്ളൂ. ചിലപ്പോൾ സർവേ എന്നുള്ളത് ഒബ്സർവേഷൻ ആയിരിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ നടത്തണം. പ്ലാനിങ് എ സർവേ ഇൻവോൾവ് സെവറൽ സ്റ്റേജ് ടു എൻഷുർ ദ ഡാറ്റ ഈസ് കളക്ടഡ് അക്യുറേറ്റ്ലി ആൻഡ് എഫിഷ്യന്റ്ലി. കളക്ട് ചെയ്ത ഡാറ്റ അക്യുറേറ്റ് ആണോ എഫിഷ്യന്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് സെവറൽ സ്റ്റേജിലൂടെയാണ് പ്ലാനിങ് സർവേ നടക്കുന്നത്. പ്രോപ്പർ പ്ലാനിങ് അച്ചീവ് ദ സർവേസ് ഒബ്ജക്റ്റീവ് ബൈ മിനിമൈസിങ് റിസ്ക്, കോസ്റ്റ് ആൻഡ് ടൈം. പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് വളരെ സഹായകരമാണ് സർവേന്റെ ഒബ്ജക്റ്റീവ് അതേപോലെ തന്നെ അത് നടത്തുന്നതിന്. ഓക്കെ, വളരെ കൃത്യമായിട്ട് പ്ലാനിങ് നടന്നാൽ കോസ്റ്റ് കുറക്കാൻ കഴിയും, എറർ കുറക്കാൻ കഴിയും, ടൈം വളരെ പെട്ടെന്ന് തീർക്കാനും സാധിക്കും. ഇതിന് കുറെ സ്റ്റേജുകൾ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സർവേ നടത്തുമ്പോഴും വളരെ കൃത്യമായിട്ട് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്. എന്താണ് നമ്മളെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്? ഓക്കെ, ഞാൻ PhD ചെയ്യുന്ന എന്റെ ടോപ്പിക്ക് എന്റെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ടോപ്പിക് ഏതൊരു സ്റ്റഡി നടത്തണം. ഇപ്പൊ കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റിന്റെ പാറ്റേണിനെ കുറിച്ച് സ്റ്റഡി എടുത്താൽ അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ് വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ് നടത്തണം. എന്തിനാണ് നമ്മളെ ഇത് എന്നുള്ളത്. ഓക്കെ, a well-defined objective ensures the only relevant data is collected and prevent unnecessary question. Well-defined objective ഉണ്ടെങ്കിൽ റിലവന്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയുള്ളൂ, അൺനെസസറി ക്വസ്റ്റിന് ഒഴിവാക്കാനും സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? എവിടുന്നാണ് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ടാർഗറ്റ് പോപ്പുലേഷൻ എന്ത് എന്നുള്ള ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ, ഹൗസ് ഹോൾഡ് ഓർ ഓർഗനൈസേഷൻ ഡാറ്റ സർവേ വിൽ കവർ. എവിടുന്നാണ് ഞാൻ ആരിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ഞാൻ ടാർഗറ്റ് പോപ്പുലേഷൻ. ഞാൻ കേരളത്തെ കുറിച്ച് പഠിക്കുകയാണ്. കേരളത്തിൽ എവിടുന്നാണ് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുക? അതാണ് പോപ്പുലേഷൻ. കേരളമാണ് എന്റെ പോപ്പുലേഷൻ എന്നുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഹെൽപ്സ് എൻഷുർ ദാറ്റ് ഡാറ്റ റിഫ്ലക്ട് ഇൻ ഇന്റൻഡഡ് സെഗ്മെന്റ് ഓഫ് ദ പോപ്പുലേഷൻ. ഡിസൈനിങ് ദ സർവേ മെത്തഡോളജി. സർവേന്റെ മെത്തഡോളജി നമ്മൾ തീരുമാനിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസംഷൻ പാറ്റേൺ എന്നുള്ള ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഏത് മെത്തഡോളജി ആണ്, സെൻസസ് ആണോ സാമ്പിൾ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അതിൽ തന്നെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യനെയർ ആണ്, കളക്ഷൻ ടെക്നിക്ക്, ഇന്റർവ്യൂ ആണെന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. സാമ്പിളിംഗ് മെത്തേഡ് ഡിഫറെന്റ് തരത്തിലുണ്ട്. റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ഉണ്ട്, സർവേ മോഡ് ഓൺലൈൻ ഉണ്ട്, ടെലിഫോൺ ഉണ്ട്, ഫേസ് ടു ഫേസ് ഉണ്ട്, പോസ്റ്റൽ സർവേ ഒക്കെ ഉണ്ട്. ഓക്കെ, അത് ഏതെന്ന് തീരുമാനിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിനുള്ള ക്വസ്റ്റ്യനെയർ തീരുമാനിക്കണം. നമ്മൾ ഒബ്ജക്റ്റീവിനനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ് ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനെയർ നമ്മൾ തീരുമാനിക്കണം. ഡാറ്റ കളക്ഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യനർ ആയിരിക്കണം. അത് ക്ലിയർ ആയിരിക്കണം, കോൺഷ്യസ് ക്വസ്റ്റ്യൻ ആയിരിക്കണം, ഓപ്പൺ എൻഡുമാണ്, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യനും അതിൽ ആവശ്യമാണ്. ഇനി ഡിറ്റർമിനിങ് ദ സാമ്പിൾ സർവേ. ഇഫ് എ സാമ്പിൾ സർവേ ഇസ് യൂസ്ഡ്, ഡിസൈഡ് ഓൺ ദ സാമ്പിൾ സൈസ് ആൻഡ് സാമ്പിളിംഗ് ടെക്നിക്. നമ്മൾ സാമ്പിൾ സർവേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സാമ്പിളിംഗ് ടെക്നിക്ക് ഏത്? റാൻഡം ആണോ, സിസ്റ്റമാറ്റിക് ആണോ, സിമ്പിൾ റാൻഡം ആണോ, സ്ട്രാറ്റിഫൈഡ് ആണോ, ക്ലസ്റ്റർ ആണോ ഒക്കെ നമ്മൾ തീരുമാനിക്കണം. ഇതിന്റെ സാമ്പിൾ സൈസ് എത്രയാണ്? ലാർജ് സാമ്പിൾ റെഡ്യൂസ് എറർ ബട്ട് ഇൻക്രീസ് കോസ്റ്റ്. സാമ്പിൾ സൈസ് കൂടുന്തോറും എറർ കുറയാനുള്ള കാര്യം ഉണ്ട്. ഓക്കെ, ഓർഗനൈസിംഗ് ഫീൽഡ് വർക്ക് ആൻഡ് ഡാറ്റ കളക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യണം? പ്ലാൻ ഹൗ ആൻഡ് വെൻ ദ ഡാറ്റ വിൽ ബി കളക്ടഡ് ആൻഡ് അസൈൻ റോൾസ് ടു സർവേ സ്റ്റാഫ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിന്റെ പ്ലാനിങ് വേണം. എങ്ങനെ നമ്മൾ കളക്ട് ചെയ്യും, എന്ന് കളക്ട് ചെയ്യും എന്നുള്ളതൊക്കെ. ഇനി നമ്മൾ മറ്റൊരാളെ സർവേ നടത്തുന്ന ആളുകളുണ്ടാവും, അവരോടാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇപ്പം ഇന്ത്യയിൽ സെൻസസ് സർവേ നടത്തുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് എന്തുണ്ട്? ട്രെയിനിങ് കൊടുക്കും ഇവിടുത്തെ അത് ചെയ്യുന്ന ആളുകളെ കൊണ്ട്. ഇനി കളക്ട് ചെയ്ത ഡാറ്റ എന്താണ്? ഡാറ്റ എൻട്രി ആൻഡ് പ്രോസസിങ്. കളക്റ്റഡ് ഡാറ്റ into database or software and clean it by checking for missing or incorrect entries. കളക്ട് ചെയ്ത ഡാറ്റ എന്താണ്? ഡാറ്റാബേസിലേക്ക് കയറ്റണം. ഓക്കെ, അത് കയറ്റിയിട്ട് എന്ത് ചെയ്യണം? അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? മിസ്സിംഗ് ആയിട്ടുള്ളതും ഇൻകറക്റ്റ് എൻട്രീസ് ഒക്കെ ഒഴിവാക്കണം. അത് പല സോഫ്റ്റ്വെയറുകൾ, എക്സൽ ഉണ്ട്, SPSS ഉണ്ട്, സ്റ്റാറ്റ് ഉണ്ട്, അങ്ങനെ പല സോഫ്റ്റ്വെയറുകൾ. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അടുത്ത് എന്ത് ചെയ്യണം? ആ കളക്ട് ചെയ്ത ഡാറ്റ എന്ത് ചെയ്യണം? അനാലിസിസ് ചെയ്യണം. നമുക്ക് വേണ്ട ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല ടൂളുകളുണ്ട്. കോറിലേഷൻ, റിഗ്രഷൻ, മീന്, മീഡിയം, മോഡ്, അങ്ങനെയുള്ള പല ടൂളുകളുണ്ട്. ഏതാണോ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ഡാറ്റ അനാലിസിസ് ചെയ്യണം. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വേണം. ഇന്റർപ്രിട്ടേഷൻ എന്താണ് ആ ഡാറ്റ അനാലിസിസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്നുള്ളത് പറയാൻ കഴിയണം. റിപ്പോർട്ടിംഗ് ദ ഫൈൻഡിങ്. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് ഫോർ പ്രസന്റേഷൻ ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് സർവേ റിസൾട്ട് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യണം? monitoring and evaluation. Review the survey process to assess its effectiveness and identify areas of for improvement. നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ കഴിഞ്ഞിട്ട് സർവേനെ കുറിച്ച്
നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യണം. വളരെ കൃത്യമായിരുന്നോ, ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ടോ? ഇത്ര കാര്യങ്ങളാണ് ഇതിന്റെ സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ട് എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.